ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. റീസമോ ഇത്തിരി കുഴപ്പമുണ്ട് കേട്ടോ. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറയാമേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടോ എല്ലാവരും? നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഒരു ക്ലാരിറ്റിയുടെ ഇനി ഞാൻ ഉടനെ ഒരു വേറൊരു റെസിപ്പിയും നല്ലൊരു റെസിപ്പി എൻ്റെ മൈൻഡിലുണ്ട്. അതും ഉടനെ ഇടുന്നതായിരിക്കും. പിന്നെന്താ, പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ്. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാനേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവിടെ ഭയങ്കര മഴയാണ്, 2 ദിവസം കൊണ്ട് മഴയാണ്. ആ മഴയും താണ് ഞാൻ ഓരോരുത്തർക്കും അവരുടേതായ റിലീജിയൻ്റെ ഫെസ്റ്റിവലുണ്ട്. അത് നമ്മൾ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആരെയും കുറ്റം പറയത്തില്ല. ഞാൻ കുറ്റം പറഞ്ഞതായിട്ടുമല്ല പറഞ്ഞത്. ഞാനത് ദയ്യാണ്ടിയായിരുന്നു അന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വേർഡ് അങ്ങോട്ട് ആ സമയത്ത് കിട്ടുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിച്ച ഒരു കമൻറ്റ് വന്നേ എനിക്ക്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാരണം ഇന്നാൾ ഞാനൊരു ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പം നാട്ടിലുള്ള ആരാണ് പറയാൻ ചെയ്ത്, ചേച്ചി ഇത് കലം പൊട്ടിക്കുന്ന ഏർപ്പാടല്ലേന്ന്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം മുംബൈയിൽ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കല്ല ഇത് സാധാരണ. നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ദയ്യാണ്ടി ഇങ്ങനെ ഈ പൊട്ടിക്കുന്നത് ഓണത്തിനൊക്കെ ഈ ഉറിയടി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, അല്ലാതെ ഈ പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കലം. അല്ല, ഞാൻ ആരെയും കളിയാക്കി പറഞ്ഞതല്ല. അതിനെ റെസ്പെക്റ്റ് ഓരോരുത്തരുടെയും നമ്മളിപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ അവർ പിന്നെ അവരുടെ ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞത് റീസൺ എന്ന് പറഞ്ഞത് അതുപോലുള്ള മഴയാണ്. ആ മഴയത്തും അവരത് മഴയൊന്നും ഗവനിക്കാതെ അത് ചെയ്യുമായിരുന്നെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ വരും ഗ്രൂപ്പിലേ. അപ്പം ഞാൻ കണ്ടതാണ്. ഇപ്രാവശ്യം ലേഡീസും ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ആണുങ്ങളെ ഉള്ളു ഇങ്ങനെ മണ്ടേ കയറി നിന്ന് ഏറ്റവും മണ്ടേ ചെന്നിട്ട് ഈ പൊട്ടിക്കുന്നത്. ഇപ്രാവശ്യം ലേഡീസും ഉണ്ടായിരുന്നു. ഒരു കൊച്ചായിരുന്നു ഏറ്റവും മണ്ടേ കയറി പൊട്ടിച്ചത്. ഞാനങ്ങനെ ആരെയും നെഗറ്റീവായിട്ട് പറഞ്ഞല്ല കേട്ടോ. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലേ. എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഞാൻ ഇങ്ങനെ കലം പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞത് എൻ്റെ ഇതിൽ വേണ്ട മീൻസ് എന്താ, ഞാനൊരു കളിയാക്കി പറഞ്ഞതെന്ന് ആരും ചിന്തിക്കരുത്. എൻ്റെ ആ സമയത്ത് എനിക്ക് ആ ഒരു വേർഡ് വന്നില്ല ദയ്യാണ്ടിന്ന്. അപ്പോൾ കമൻറ്റിൽ തന്നെ കണ്ടപ്പോഴേ ഈ ദയ്യാണ്ടി എന്നുള്ളത് കൂടെ ഞാൻ ഓർത്തത്. ചില സമയത്ത് എനിക്ക് പിന്നെ ഈ ഓർമ്മ അങ്ങോട്ട് ഭയങ്കര കുഴപ്പമാണ്. ചില വേർഡുകൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് തന്നെ എന്നോട് പലരും പറയും, ചേച്ചി ഇങ്ങനെ അങ്ങനെ പറഞ്ഞതെന്ന്. അല്ലാതെ വേറൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ആ മഴയുടെ ഇന്ന് തന്നെ ഇത്രയും ഞാൻ എന്നിട്ട് ഹസ്ബൻഡോട് രാവിലെ പറയുകയും ചെയ്തു, സ്കൂളിൽ നിന്നുള്ള ഈ മെസ്സേജ് മെഡിസിൻ ആയിരിക്കും. സ്കൂളിൽ നിന്നുള്ള മെസ്സേജ് ഇപ്പം ഞാൻ പ്രീസനെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് വന്നേ ഉള്ളൂ. അവന് ഭയങ്കര ചുമയും ഇതുവാണ്, പനിയില്ല. ഇവർ ഈ ബസ്സിലോട്ടൊക്കെ സ്കൂളിൽ നിന്ന് ബസ്സിലോട്ട് കയറാൻ നേരം ഇച്ചിരി നനയും, അങ്ങനെയൊക്കെയുള്ള ഇത് നനഞ്ഞാന്ന് തോന്നുന്നു. അവിടെ വെക്ക്. ഇത് നിനക്ക് ചുമയ്ക്കുള്ള മരുന്ന്. അതെന്താന്ന് നോക്കട്ടെ. അവൻ്റെ മരുന്ന് വന്നു. അപ്പോൾ അവൻ പറയുക, ഇതെന്തോ ഈ കളറെന്ന് ഇങ്ങനെ ചോദിക്കുക. ഓർഡർ ചെയ്തായിരുന്നു, ഇപ്പോൾ വന്നയാ. അപ്പോൾ എന്താ, ഞാൻ നേരം രാവിലെ റേച്ചാനേ സ്കൂളിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു, 2 ദിവസം എല്ലാ വർഷവും പിള്ളേർക്കൊരു അവധി വരുന്നതാണ് മഴ പ്രമാണിച്ച്. ഇപ്രാവശ്യം വല്ലോ ഡിക്ലെയർ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. അർത്ഥം അതുപോലുള്ള മഴയാണ്. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇവനെ വിളിക്കാൻ പോയപ്പോഴെല്ലാം മഴയായിരുന്നു. ഈ അളുമ്പ് പിടിച്ചങ്ങോട്ട് പോകാൻ തന്നെ എനിക്കങ്ങ് ഒരു വല്ലാതായിരുന്നു. എത്രയ്ക്കാണെങ്കിലും തുണിയും നനയും എല്ലാം നനഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഇതാണ്. ഈ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ജോലിക്കൊക്കെ പോകുന്നവരെ പറയണോ ഈ മഴയും പിടിച്ച്, സമ്മതിക്കണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ സൺഡേയിൽ ആക്ച്വലി പിന്നെ പോളിനും പ്രൈസനും ജീൻസൊക്കെ നോക്കാൻ, ഡ്രസ്സൊക്കെ നോക്കാൻ റേച്ചാൻ പോയ. ഞാൻ പറഞ്ഞു മഴയായതുകൊണ്ട് ഞാനും വരുന്നില്ല, എനിക്കല്ലാതെ വൈകിട്ടത്തേക്കിനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുകയും വേണമായിരുന്നു. അപ്പോൾ ഇവരതിന് പോയിട്ട് ഇവൻ 2 ആഴ്ച കൊണ്ട് ഇവൻ്റെ പെൻഡിങ്ങാണ്. ഒബ്രോയ് മോളിൽ
പോകാൻ. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു ഇവന് ചുമയാ, ഇവനെ കൊണ്ടുകൊണ്ടാന്ന്. അന്നേരം ഇവൻ്റെ ചുമയും പോയി എല്ലാം പോയി. ഇവൻ അങ്ങോട്ട് കൈകൂപ്പാനും തുടങ്ങി. ഞാൻ പോട്ടെ എന്നിട്ട് പോയിട്ട് നോക്കിയുണ്ടേ ഒബ്രോ മോളിലൊക്കെ പോയി പിന്നെ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് വന്നത്. ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. രാവിലെ ടിഫിന് കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുമായിട്ട് ഞാനിവിടെ 3 സവാള, ഒരു ക്യാരറ്റ്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, ക്യാരറ്റായിട്ടേ ഉള്ളായിരുന്നു, പച്ചക്കറി ക്യാപ്സിക്കം ഒന്നും ഇല്ലായിരുന്നു. ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമേ. അപ്പോൾ ഞാൻ ഒരു 3 മുട്ട കുക്കറിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പുഴുങ്ങിയെന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുക്കറിൽ മുട്ട പുഴുങ്ങുന്നുണ്ടെങ്കിൽ മുട്ട കറക്റ്റ് വരും, പക്ഷേ കുക്കറിനൊരു കളറായിരിക്കുമെന്ന്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്ന്, ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് നാരങ്ങയുടെ സ്കിന്നെങ്ങാനും ഇട്ട് നമ്മൾ ഇത് ബോയിൽ ചെയ്യുവാണെങ്കിൽ കുക്കർ കറുക്കത്തില്ലെന്ന്. അത് നാരങ്ങയുടെ ഈ തോടെ നല്ലൊരു ടിപ്പായിട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഈ ചോദിക്കുന്നതിന് കമൻറ്റിന് റിപ്ലൈ തരുമ്പം മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകുമല്ലേ. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാബേജും ക്യാരറ്റൊക്കെ ചേർക്കാം, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. കാബേജും ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം, എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് തന്നെ ചെയ്തെടുക്കണം, ചെറുതായിട്ട് അരിയാനൊന്നും നിൽക്കല്. കാരണം നമ്മൾ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ പീസുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ടോസ്റ്ററിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ അതങ്ങ് പ്രസ്സായിട്ടിരുന്നോളൂ. അല്ലാതെ നമ്മൾ ടോസ്റ്റ് ഒന്നും ചെയ്യാതെ എടുക്കുവാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സവാളയും ഞാൻ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്, ഫില്ലിംഗ് ആയിട്ടൊക്കെ ഇരുന്നോളൂ. ഞാൻ 3 എടുത്തുള്ളൂ. ഞാൻ ഇതിലേക്ക് ലാസ്റ്റിൽ ഇനി നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഒഴിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെ പിള്ളേർക്കും ഇഷ്ടമാണ്, എല്ലാ മക്കൾക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തൊരു പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് മറ്റേ പീസ് കൊണ്ട് അടച്ചിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചുണ്ടാക്കുന്ന ടോസ്റ്ററിൻ്റെ അകത്ത് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാമേ. അപ്പം ടോസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഫില്ലിങ് വെളിയിൽ പോകാതെ നമുക്കിരിക്കുന്നുണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്കൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള കൂടുതലിട്ട് മെഴുക്ക് പുരട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി വഴന്ന് വരുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ യൂസ് ചെയ്ത ആ തവി ഉണ്ടല്ലേ, അതെനിക്ക് ഇന്നാളിലും കമൻറ്റിൽ ചോദിച്ചായിരുന്നു അതെവിടെ നിന്ന് വാങ്ങിച്ചാന്ന്. എനിക്ക് എൻ്റെ ഒരു കസിൻ USA നിന്ന് വന്നപ്പോൾ എനിക്ക് കിച്ചൺ സെറ്റായിട്ട് ഇങ്ങനെ കുറേ വുഡൻ്റെയും കുറേ ഈ തവിയൊക്കെ കൊണ്ടു തന്നതാണ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇനി ഞാൻ വെക്കുന്നത് ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അതും ഇതുപോലൊന്ന് ചോപ്പറ ഇട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിയ ബീട്രൂട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചീനച്ചട്ടി വെച്ച് കടുക് ഇട്ട് കറിവേപ്പിലയും പൊട്ടിച്ച് സവാളയും തേങ്ങയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ഉപ്പൊക്കെ ചേർത്ത്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല, ബീട്രൂട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പം രാവിലത്തെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി, കുറച്ചിനി ബാക്കിയും കൂടെ ഉണ്ട് കഴുകാൻ. ഇന്ന് രാവിലെ സാധാരണ മിക്ക ദിവസവും ഞാൻ രാവിലെ ക്യാനിൻ്റെ അകത്തെല്ലാം നിറച്ച് അതിന് ശേഷം കുടിക്കാനൊക്കെ വെള്ളം. ഇപ്പം അന്നേരം ക്യാനിൽ ഇന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, എന്നിട്ടത് ബോട്ടിലുകളിലെല്ലാം ആക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് തീർന്നിട്ട് ക്യാൻ ഒന്ന് കഴുകണം. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ പരിപാടി അങ്ങ് നടന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെന്ന് ചിന്തിച്ച്. ഇത് കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തോണ്ടെങ്കിൽ ഇതും ഓർഡർ വാങ്ങിച്ചായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ കഴുകിവെക്കാൻ വെള്ളം അബ്സോർവ് ചെയ്യുന്ന റബ്ബർ ഷീറ്റ്. അപ്പോൾ അത് വാങ്ങിച്ചായിരുന്നു. അതേ പിന്നെ ഈ നട്ട്സൊക്കെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ചോപ്പറും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ എല്ലാം ആവത്തില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ അബ്സോർവ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മുകളിൽ ഇങ്ങനെ
ക്ലിപ്പിട്ട് വെക്കും. അപ്പോൾ ആ വെള്ളം അങ്ങ് വാർന്ന് പൊയ്ക്കോളും. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ ക്യാനൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ചപ്പാത്തിക്ക് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണ്. മെഴുക്കുവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിന് ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. ഇനി പുളിയും പുളിവെള്ളവും മസാലയൊക്കെ ചൂടാക്കി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഇന്ന് ചെയ്തത്. ഇനി ലാസ്റ്റിൽ കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. പിന്നെ പ്രൈസമ്മ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഒരു 3 മണിയാണ് ഞാൻ പിടിച്ച് കയറ്റി കിടത്തി. ഇപ്പോൾ എണ്ണിപ്പിക്കാനുള്ള ബെത്തപ്പാടാണ്. കിടക്കാൻ പ്രയാസമാണ്, പിന്നെ ഉറങ്ങിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എണ്ണിപ്പിക്കാൻ. പ്രൈസമോനെ, പോയി പ്രൈസക്കുട്ടാ, സ്കൂളിൽ പോണ്ടേ? പ്രോഗ്രാം ഇല്ലേ? ഇൻഡിപെൻഡൻസ് ഡേക്ക് പോണ്ടേ? പോയി, ഒരു രക്ഷയില്ല. ഇനി കുലുക്കി വിളിക്കട്ടെ. പിന്നെ ഞാൻ എണ്ണിപ്പിച്ചിട്ട് പിന്നെ ഇവിടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. ആൾക്ക് വയ്യെങ്കിലും ഉച്ചയ്ക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിടന്നുടനെ പിന്നെ അങ്ങ് ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അവിടെ ഇരുന്ന് ക്ലിനിക്കിൽ വന്നോണ്ടേ അവിടെ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതണേ അതിരുന്ന് നോക്കുമോ ആൾ. ഇതെന്ന് പറയുന്നത് ഇന്നലത്തെ അവർ പോയ വീഡിയോയാ, അതായി കാണിക്കുന്നത്. മഴയാന്നേലും അവിടെ വരുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല. നല്ല മഴയായിരുന്നു സൺഡേയിലും.
ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.